വർക്കലയിൽ പൂജാരിമാർ തമ്മിൽ വാക്കേറ്റം, കയ്യാങ്കളി, ഒടുവിൽ കൊലപാതകം. വർക്കല ചാലുവിള മേത്തൻവിളയിൽ താമസിക്കുന്ന 60 വയസ്സുള്ള നാരായണനാണ് കൊല്ലപ്പെട്ടത്. നാരായണന്റെ വീടിന് സമീപം താമസിക്കുന്ന നൂർനാട് സ്വദേശിയായ 35 വയസ്സുള്ള അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാവിലെ പോലീസിന്റെ സയന്റിഫിക് വിഭാഗവും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും വർക്കല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾ ഏറ്റുവാങ്ങി ശനിയാഴ്ച രാത്രി 8:30 വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. സമീപവാസിയായ അരുൺ നാരായണന്റെ വീടിനകത്തെത്തിയായിരുന്നു വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തിയത്. അരുണിന്റെ കാണാതായ മൊബൈൽ ഫോണിനെ ചൊല്ലിയുള്ള തർക്കവും കലഹവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നാരായണന്റെ ഭാര്യയെ വീടിനുള്ളിൽ നിന്നും മുറ്റത്തേക്ക് തള്ളിയിടുകയും നാരായണനെ വീടിന് മുൻവശത്തുള്ള തോട്ടിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. ഒരു വിളിയായിട്ടാണ് ഓടി വന്നത്. ഓടി വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മ ബോധമില്ലാതെ കിടക്കുന്നു മുറ്റത്ത്. അപ്പം അടിച്ച ആൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ ഈ ഇരിക്കുന്നൊക്കെ ക്ഷേത്രം മൊത്തവും പൊളിച്ചു കയറി. അത് കഴിഞ്ഞ് അകത്ത് കയറി ആ മാമനെ അടിച്ച് വെളിയിലിട്ട് എടുത്ത് തൂക്കി ആറ്റിലോട്ട് എറിഞ്ഞു. ആറല്ല, തോടാണത്. അത് കണ്ട് നമ്മൾ അപ്പുറത്ത് പോയി ആ മാമനെ എടുത്ത് മേലിൽ അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ കൊണ്ടുവച്ച് കിടത്തി. അതിനുശേഷം വണ്ടി വിളിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പറയുന്നത് മരിച്ചെന്ന്. തല മുറിഞ്ഞ് നമ്മൾ ചോരയൊന്നും കണ്ടില്ല, പൊട്ടിയ എന്തോ അതിനെപ്പറ്റി പറഞ്ഞാൽ കാലൊടിഞ്ഞ് കാലിലൊരു മുറിവുണ്ടായിരുന്നു. ഇല്ല, അവർ ഭാര്യയും ഭർത്താവും വഴക്കൂടുന്നല്ലാതെ വേറെ ആരും ഒരു ശല്യത്തിനും ആ മാമൻ പോവുകയൊന്നുമില്ല. ആ മാമൻ്റെ കാര്യം നോക്കി ആ മാമ അക്ക എടുക്കാനും എല്ലാം ജോലിക്കൊക്കെയാണ് പോകണം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്നതാണ്. ഒരു ഫോണിൻ്റെ പ്രശ്നമാണ്. ആരാ ഫോൺ എടുത്തുകൊണ്ട് പോയി അത് നോക്കി തെളിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ് പ്രശ്നമാവുന്നത്. ആള് ഫിറ്റായിരുന്നു. തോട്ടിലുണ്ടായിരുന്ന പാറക്കെട്ടുകളിൽ തലയിടിച്ചാണ് നാരായണൻ വീണത്. വീഴ്ചയിൽ നാരായണന് ഗുരുതര പരിക്കുകളാണ് സംഭവിച്ചത്. ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. പ്രതി അരുണിന്റെ ആക്രമണത്തിൽ നാരായണന്റെ ഭാര്യയ്ക്കും കാലിന് പരിക്ക് പറ്റി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നാരായണനെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഇയാൾ സ്വന്തം വീട്ടിലെത്തി അലമാരയുടെ കണ്ണാടി സ്വയം കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയും വീട്ടുസാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തിരുന്നു. പുത്തൻചന്തയിൽ മുരുകക്ഷേത്രത്തിലെ പൂജാരിയായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതി അരുൺ. കൊല്ലപ്പെട്ട നാരായണൻ വീടിനോട് ചേർന്നുള്ള അപ്പുപ്പന്നറ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്ന ആളാണ്. ആക്രമണത്തിനിടയിൽ പ്രതി നാരായണന്റെ ആരാധനാ സാമഗ്രികൾ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ബീക്കൺ ന്യൂസ്, വർക്കല.